Hello everyone and welcome back. Today we are going to discuss the unit number 4 in the paper Writing for Academic and Professional Success. The title of the unit is Elements of Writing. So നമ്മൾ അക്കാദമിക് റൈറ്റിങ്ങിൽ നമ്മളൊരു എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് വി മേ ബി യൂസിങ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്. ഓക്കെ, ആ ഒരു സ്ട്രാറ്റജീസിനെ നമ്മൾ പറയുന്ന പേരാണ് റെട്രിക്. വി വിൽ ബി യൂസിങ് ഡിഫറെൻറ്റ് റെട്രിക്കൽ മോഡ്സ് ഇൻ അക്കാദമിക് റൈറ്റിംഗ്. അപ്പം അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു റെട്രിക് മോഡ്സുകളാണ് വി മേ ബി യൂസിങ് നരേഷൻ, അതുപോലെ ആർഗ്യുമെൻറ്റ്, കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്, കോസ് ആൻഡ് ഡിഫക്റ്റ് എക്സെട്ര. ഇങ്ങനെ പല രീതികളിലും നമ്മളൊരു അക്കാദമിക് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, സോ റെട്രിക് മീൻസ് ഇറ്റ് റെഫേഴ്സ് ടു ദ വേസ് വി കൻ അഡോപ്റ്റ് to communicate effectively. They are our strategies to reach out to our audience. നമ്മൾ എഴുത്തിലും അതുപോലെ സ്പീക്കിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ഉണ്ട്, അതിനെ തന്നെയാണ് ഈ റെട്ടറിക് എന്ന് പറയുന്നത്. ആൻഡ് സോ നമ്മുടെ ഫസ്റ്റ് റെട്ടറിക്കൽ മോഡ് എന്ന് പറയുന്നത് ഒരു റൈറ്റിംഗ് രീതി, എസ്സേ ഒക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഫസ്റ്റ് വി വിൽ ഡിസ്കസ് നരേഷൻ. So it is a rhetorical mode suitable for relating a sequence of events or thoughts. കുറേ കാര്യങ്ങൾ നമുക്കൊരു കുറേ സീക്വൻസ് ആയിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ടെക്നിക് നരേഷൻ. ആൻഡ് സോ വി ഹാവ് ഫിക്ഷണൽ നരേഷൻ ആൻഡ് ഓൾസോ നോൺ ഫിക്ഷണൽ നരേഷൻ. ഫിക്ഷണൽ നരേഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഷോർട്ട് സ്റ്റോറി, ആൻഡ് അതുപോലെ we have novella, novel, folklore and orature. Orature means നമ്മൾ എഴുത്തൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു ലിറ്ററേച്ചറാണ് orature. And it's non fictional narrations and examples are autobiography, biography, news reports, newspaper essay, historical accounts, etc. And what are the characteristics, general characteristics of narrative writing? Okay, and the main thing is that there will be a plot in our narrative writings. So what is this plot? Plot means events that make up the narrative. ഇപ്പോൾ ഒരു സ്റ്റോറി ഒക്കെയാണ് എഴുതുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്കറിയാമല്ലേ, അതിന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കഥ ഉണ്ടാവും, ദാറ്റ് ഈസ് ദ പ്ലോട്ട്. ഇനി ഒരു നരേറ്റീവ് എസ്സേ ഒക്കെയാണ് എഴുതുന്നത് വെച്ചെങ്കിൽ അതിന് ഒരു കോർ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും, അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മൾ എഴുതുന്നത്. സോ ദാറ്റ് ഈസ് ദ പ്ലോട്ട്, ഈവൻറ്റ്സ് ദാറ്റ് മേക്ക് അപ്പ് ദ നരേറ്റീവ്. ദെൻ another thing is the setting, and setting means the location and time of events. Then there will be characters in narrative writing, and characters, you know what it is, people in a narrative ആണ്. ആൻഡ് അതിനകത്ത് പ്രൊട്ടാഗണിസ്റ്റ് ഉണ്ടാവാം, ആൻറ്റഗണിസ്റ്റ് ഉണ്ടാവാം. നമ്മുടെ പ്രധാന കഥാപാത്രമാണ് പ്രൊട്ടാഗണിസ്റ്റ് ആൻഡ് ആൻറ്റഗണിസ്റ്റ്, അതിന് നേരെ ഓപ്പോസിറ്റാണ് വില്ലൻ. ആൻഡ് ഇതിനകത്ത് പ്രോബ്ലം ഉണ്ടാവാം, കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. കോൺഫ്ലിക്റ്റ് തന്നെയാണ് പ്രോബ്ലം. ദെൻ ദർ വിൽ ബി റെസൊല്യൂഷൻ, ഒരു ക്ലൈമാക്സ് ഉണ്ടാവാം. ആൻഡ് ഇറ്റ് മൈ ബി യൂസിങ് പോയിൻ്റ് ഓഫ് വ്യൂസ് ലൈക്ക് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇതിലേതെങ്കിലും ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കാം നമ്മുടെ നരേറ്റീവ് റൈറ്റിംഗ് എഴുതുന്നത്. സ്പെസിഫിക്കലി തേർഡ് പേഴ്സൺ ആവണമെന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ ആവണമെന്നോ അങ്ങനെയൊന്നും ഇല്ല നരേറ്റീവ് റൈറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. Then the other thing is guidelines for narrative writing. So narrative writing-ൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. And both first person and third person point of view can be used in narrative essay. narrative essay-ൽ നിങ്ങൾക്ക് രണ്ടും ഉപയോഗിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. And it revolves around thesis statement. It can be either എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ്. ഏതൊരു എസ്സേ അക്കാദമിക് റൈറ്റിങ്ങിലും നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ മൊഡ്യൂളിലൊക്കെ പറഞ്ഞ പോലെ ദർ വിൽ ബി എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇതിനകത്തും തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവാം. ഇറ്റ് മേ ബി എയ്തർ എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ്, രണ്ട് രീതിയിലും നമുക്ക് ഓപ്പണായിട്ടും അത് പറയാം, അല്ലാതെ അതൊരു ഇംപ്ലൈ ചെയ്യുന്ന രീതിയിലും ഓപ്പണായി പറയാതെയും ഉപയോഗിക്കാം.
and need not be followed inverted pyramid style. ഒരു ഇൻവേർട്ടർ പിരമിഡ് സ്റ്റൈലിൽ ഇത് ഫോളോ ചെയ്യണമെന്നില്ല. അപ്പോൾ സാധാരണ ന്യൂസ് പേപ്പർ ആർട്ടിക്കിളൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിലാണ്. ഇപ്പം നമ്മുടെ ഒരു കൺക്ലൂഷൻ തന്നെ ഫസ്റ്റിൽ വരും. നമ്മളെന്താണോ ആ ഒരു ന്യൂസ് ആർട്ടിക്കിൾ എന്നുള്ളത് ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചാൽ തന്നെ കിട്ടുന്ന രൂപത്തിലായിരിക്കും ഈ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസിൻ്റെയൊക്കെ ഒരു എഴുത്ത് രീതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻവേർട്ടർ പിരമിഡ് സ്റ്റൈൽ യൂസ് ചെയ്യണമെന്നില്ല. നോർമൽ പിരമിഡ് സ്റ്റൈലിൽ തന്നെ പോവാം. ആദ്യം പറഞ്ഞ് അങ്ങനെ ആ ഓർഡറിൽ തന്നെ പോവാം. ആൻഡ് ബോഡി പാരഗ്രാഫ്സ് ആർ ടു ബി അറേഞ്ച്ഡ് വിത്ത് എ സെൻസ് ഓഫ് ടൈം. ഇത് ലോജിക്കലി ബോഡി പാരഗ്രാഫ് അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ദെൻ ദ മെസ്സേജ് ഷുഡ് ബി ക്ലിയർ ഇൻ ദി ഫൈനൽ പാരഗ്രാഫ് ആൻഡ് മെയിൻറ്റെയിൻ ക്യൂരിയോസിറ്റി ഇൻ ദ റീഡർ. ഇതൊക്കെ ഒരു നരേറ്റീവ് റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആൻഡ് ഡയലോഗ്സ്, ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് കൺവെർസേഷണൽ എക്സ്പ്രഷൻസ് ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ഡയലോഗ്സ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ കോൺഫ്ലിക്ട്സ് ആൻഡ് പ്രോബ്ലംസ് ആർ ടു ബി യൂസ്ഡ്. ഓക്കെ, ഒരു സ്റ്റോറി ആണല്ലോ, സ്റ്റോറി പോലെയാണ് നരേറ്റീവ് റൈറ്റിംഗ് വരിക. ഇനിയിപ്പോൾ സാധാരണ ഒരു നരേറ്റീവ് റൈറ്റിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ ഫിക്ഷണൽ നരേറ്റീവ് പറഞ്ഞു. ഫിക്ഷണൽ നരേറ്റീവിനകത്ത് എന്തായാലും ഈ പ്രോബ്ലംസും സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നോൺ ഫിക്ഷണൽ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ യൂസ് ചെയ്യാം. അതിനകത്തും നിങ്ങൾക്ക് ഡയലോഗ്സ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് റെട്ടറിക് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്ഷൻ. സോ ability to describe things, people or events is an important skill in communication. So it's a very important even in communication, the ability to describe things, people or events. So ഇതിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് തിങ്സിനെ ആയിക്കോട്ടെ, പീപ്പിൾ, ഈവൻസിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്ന എഴുത്ത് തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് കൈൻഡ് ഓഫ് റൈറ്റിംഗ്. സോ ഇറ്റ് ഇൻവോൾവ്സ് പ്രസൻറ്റിംഗ് ഇൻഫർമേഷൻ ഇൻ എ മാനർ അപ്പീലിംഗ് ടു ദ സെൻസസ്. നമ്മുടെ സെൻസസ് ഉണ്ട്, സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച്. ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അപ്പീൽ ചെയ്യുന്ന രീതിയിലുള്ള എഴുത്തുകളാണ്. സോ അതിനെ അപ്പീൽ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് എസ്സേസ് എഴുതാൻ. ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എസ്സേസ് ഓർ റൈറ്റിംഗ്സ് മേ ബി ഒബ്ജക്റ്റീവ് ഓർ സബ്ജക്റ്റീവ്. നിങ്ങൾ അതിനെ വളരെ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണമെങ്കിൽ അത് എഴുതാം, സബ്ജക്റ്റീവായിട്ട് വേണമെങ്കിലും എഴുതാം. ഫസ്റ്റ് പേഴ്സൺ ഒരു നമ്മൾ പറയുന്നത് പോലെ, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്ന പോലെയും ഡിസ്ക്രിപ്റ്റീവ് എസ്സേസ് എഴുതാം. ആൻഡ് ഒബ്ജക്റ്റീവ് ആവുന്ന സമയത്ത് we will not mention how interesting their observation were, bring out exact picture without adding personal evaluation, illustrations, photographs, etc. to achieve objectivity. ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് നിങ്ങളൊരു കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവായിട്ടൊരു സംഭവത്തെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്ന സമയത്തൊക്കെ നമ്മളതിൻ്റെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയില്ല. ഇത് ഇയാളിങ്ങനെ ചെയ്തത് ശരിയായി, അങ്ങനെയുള്ള നമ്മുടെ കമൻറ്റോ അങ്ങനെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയനോ അതിനകത്ത് ഉണ്ടാവില്ല. വളരെ എന്താണോ സംഭവം അത് അതുപോലെ ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ഒരാൾ കാണുന്ന ഒരാൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അതേ രൂപത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഈ ഒബ്ജക്റ്റീവായിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്സ്. ആൻഡ് സബ്ജക്റ്റീവ് ആവുന്ന സമയത്ത് അതെന്തായിരിക്കും, ഇറ്റ്സ് പേഴ്സണൽ ആൻഡ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇംപ്രഷൻസ്, പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസൊക്കെ അതിനകത്തെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും വെൻ ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. ദെൻ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിൻ്റെ? ഇറ്റ് ഈസ് ടു ഇൻഫോം ഓഡിയൻസ്. ഇത് നമ്മൾ ഒബ്ജക്റ്റീവിൽ എഴുതുന്നതിൻ്റെ ഒരു പർപ്പസാണ് പറയുന്നത്, അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് പറയുന്നത്. ഓഡിയൻസിനെ നിങ്ങൾ ഇൻഫോം ചെയ്യാനാണെങ്കിൽ യു നീഡ് ടു റൈറ്റ് ഒബ്ജക്റ്റീവ്ലി. ഒരാളിൽ ഈ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് subjective method. Okay, you can use subjectivity. And then here are some of the features of descriptive writing. So descriptive writing objective and subjective ആണ്, രണ്ടും ആയിരിക്കാം. ആൻഡ് ഇതിനകത്തുള്ള തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് മേ ബി എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലൈഡ്. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി explicit or implied. And
ഈ things will be arranged in chronological order. Things will be arranged in chronological order. That is this point. And sensory details may be added. നമ്മൾ സെൻസിനെ ഇവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് may be added. And figurative language will be added. There will be figurative language. ഒരു ലിറ്ററേച്ചറിൽ വരുന്ന ലാംഗ്വേജാണ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്, ഡയറക്റ്റ് ആയിട്ട് പറയാത്ത ലാംഗ്വേജ്. ആൻഡ് അതുകൊണ്ട് തന്നെ സിമിലി, ഈ നമ്മുടെ ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്ന ചില ലിറ്റററി ടേംസ് ലൈക്ക് ദിസ് സിമിലി ഓർ ഓക്സിമോറൺ, മെറ്റഫോർ, ഇത്തരം ടെക്നിക്സുകളെല്ലാം നമുക്ക് ഈ എഴുത്തിൽ ഉപയോഗിക്കാം. The next rhetorical mode ആണ് illustration. Okay. So this is used, illustration is used to explain something with examples. Okay. നമ്മൾ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കാര്യം നല്ല രീതിയിൽ വിവരിച്ച് പറയുന്നതിനെയാണ് ഈ ഒരു എന്താ പറയുക ഇല്ലുസ്ട്രേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഇല്ലുസ്ട്രേറ്റീവ് റൈറ്റിംഗ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്? ഇറ്റ് ഡസൻറ്റ് ഹാവ് എ വെൽ ഡിഫൈൻഡ് പാറ്റേൺ, അങ്ങനെയൊന്നുമില്ല. ആൻഡ് വി നീഡ് ടു യൂസ് എക്സാമ്പിൾസ്. എക്സാമ്പിൾ സെർവ്സ് ആസ് എവിഡൻസ്. നമ്മളൊരു ഇല്ലുസ്ട്രേറ്റീവ് റൈറ്റിങ്ങിൽ ഒരുപാട് എക്സാമ്പിൾസും പിക്ചറും ഗ്രാഫ്സ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വരും. ആൻഡ് ദെൻ സ്പെസിഫിക് എക്സാമ്പിൾസ് വിൽ ബി ഗിവൺ with images, graphs, textual quotations and chart depending on the subjects. So we use specific examples with images. ഇങ്ങനെയാണ് വായിക്കാനായിട്ടത്. We use specific examples with images, graphs, textual quotations and chart depending on the subject. ഇതെല്ലാം ഇതിനകത്ത് ഇല്ലുസ്ട്രേറ്റീവ് റൈറ്റിംഗിൽ ഉപയോഗിക്കുന്നതാണ്. ആൻഡ് we need to maintain the point of view throughout. ഒരു കുറച്ച് സ്ഥലത്ത് ഫസ്റ്റ് പേഴ്സൺ, കുറച്ച് തേർഡ് പേഴ്സൺ, അങ്ങനെ ഒന്നും എഴുതരുത്. ഒരു പോയിന്റ് ഓഫ് വ്യൂ ത്രൂ ഔട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത്. ആൻഡ് ആർഗ്യുമെൻറ്റേഷൻ ഈസ് ദ നെക്സ്റ്റ് rhetoric mode. So this is also called persuasive writing. Argumentation is also called persuasive writing. So the foremost objective of it is to persuade the reader to think in the way the writer wants them to think. അപ്പോൾ ആ ഒരു പേരിൽ തന്നെ ദിസ് ഇസ് ഓൾസോ കോൾഡ് പെർsuasive റൈറ്റിംഗ് എന്ന് പറയുന്നതിൽ തന്നെ നമുക്കതിൻ്റെ ഒരു മീനിങ് മനസ്സിലാവുന്നുണ്ട്. റൈറ്റർക്ക് ആവശ്യമുള്ള രീതിയിൽ റീഡറെ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് റീഡറെ ചിന്തിക്കാൻ പെർsuade ചെയ്യുക, അതാണ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ആൻഡ് the writer has to convince the reader by substantiating its claim with the help of supporting evidences. വെറുതെ ഒരു ആർഗ്യുമെൻറ്റ് നടത്തില്ല. സോ ദ റൈറ്റർ ഹാസ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ഹിസ് ഓർ ആർഗ്യുമെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സപ്പോർട്ടിങ് എവിഡൻസസ്. ഒരുപാട് തെളിവുകളൊക്കെ മുന്നോട്ട് വെച്ചിട്ട് വേണം നമ്മൾ ആർഗ്യുമെൻറ്റ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, റൈറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ആൻ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഡിബേറ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനകത്ത് വരുന്ന ഒരു സെറ്റ് ഓഫ് ഡിബേറ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അതിന് നമ്മൾ പറയുന്നത് പ്രെമിസ് ആൻഡ് കൺക്ലൂഷൻ ആണ്. ഒരു എസ്സേനകത്ത് ഒരു പ്രെമിസ് ഉണ്ടാകും. അതിൻ്റെ അവസാനം ഒരു പ്രെമിസിൽ ഒന്നിലധികം, നമ്മളൊരു 2 പ്രെമിസെങ്കിലും ഉണ്ടാവും. മിനിമം ഒന്നാണെന്ന് പറയുന്നുണ്ട്, ബട്ട് മിനിമം മോസ്റ്റ് ഓഫ് ദ ടൈംസ് വി വിൽ സി 2 പ്രെമിസസ്. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനും ആ ഒരു എസ്സേയിൽ ഉണ്ടാവാം. എന്താണ് ഈ പ്രെമിസസ് ആൻഡ് ദി കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം ഞാൻ പറയുന്നു, നോ വൺ അണ്ടർ 18 ക്യാൻ വോട്ട്. നോ വൺ അണ്ടർ 18 ക്യാൻ വോട്ട്. 18 വയസ്സിന് താഴെയുള്ള ആർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രമിസാണ്. വേറൊരു പ്രമിസ് ഞാൻ പറയുന്നു, മൈ ഫ്രണ്ട് ഈസ് അണ്ടർ 18. എൻ്റെ ഫ്രണ്ട് 18 വയസ്സിന് താഴെയുള്ള. ഇത് രണ്ട് പ്രമിസുകളാണ്. ഒന്നെന്താ 18 വയസ്സിന് താഴെയുള്ള ആർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ എൻ്റെ ഫ്രണ്ട് 18 വയസ്സിന് താഴെയുള്ള ആളാണ്. എൻ്റെ കൺക്ലൂഷൻ എന്താ? ദെർഫോർ മൈ ഫ്രണ്ട് കനോട്ട് വോട്ട്. അല്ല, അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്. ഇതാണ് ഈ ഒരു രീതി, ഒരു എക്സാമ്പിളാണ്. ഇങ്ങനെയാണ്, ഇതാണ് പ്രമിസസ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് പ്രമിസസ് ആർ സ്റ്റേറ്റ്മെൻറ്റ് that lead to a conclusion ആണ് കേട്ടോ. ഒരു കൺക്ലൂഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളാണ് പ്രമിസസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ എ ടിപ്പിക്കൽ ആർഗ്യുമെൻറ്റ് ദർ ഈസ് 1 കൺക്ലൂഷൻ ആൻഡ് എ മിനിമം ഓഫ് 1 premise. ഇതൊരു മിനിമമാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം വി വിൽ സി 2 or more premises. And
then here are the features of argumentative writing. And in argumentative writing, the author takes a position or standpoint in an argument. Author will be ഒരു firm position എന്തായാലും ഈ ഒരു ഇത്തരം റൈറ്റിങ്ങിൽ അദ്ദേഹം എടുക്കും. ആൻഡ് ദ തീസിസ് ഇൻ ആൻ ആർഗ്യുമെന്റ് ഈസ് എ ക്ലെയിം ദാറ്റ് ദ ഓതർ മേക്സ്. ഇതിനകത്ത് വരുന്ന ഒരു തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓതറുടെ ആ ഒരു ക്ലെയിം ആയിരിക്കും. ആ ഒരു തീസിസ് സ്റ്റേറ്റ്മെന്റിൽ ഗ്രിപ്പ് ചെയ്തുകൊണ്ടായിരിക്കും പിന്നെ ഓതർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയുന്നത്. സോ എനിവേ അദ്ദേഹത്തിന് ഒരു ഫേം ഒപ്പീനിയൻ ഉണ്ടാവും. ദെൻ ദ ഓതർ ഹാസ് ടു എക്സ്പ്ലെയിൻ വൈ ഹി തിങ്സ് ഹി ഈസ് റൈറ്റ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉറച്ചു വിശ്വസിക്കുന്ന ആ ഒരു ഫേം ഗ്രിപ്പ് എന്തുകൊണ്ട് അത് അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതിന് അദ്ദേഹം എക്സ്പ്ലനേഷൻ നൽകേണ്ടതുണ്ട്. ഹി ഹാസ് ടു എക്സ്പ്ലെയിൻ വൈ ഹി തിങ്സ് ഈസ് റൈറ്റ്. ആൻ ആർഗ്യുമെന്റ് ഷുഡ് ഹാവ് എവിഡൻസ് ആൻഡ് എ ക്ലെയിം കനോട്ട് ബി പ്രസൻറ്റഡ് ആസ് എ ഫൈനൽ ട്രൂത്ത് ഓൺ ദ ടോപ്പിക്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഓതർ ഈ ഒരു അദ്ദേഹം പറയുന്ന കാര്യത്തിൻ്റെ ഫൈനൽ ട്രൂത്താണിത് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പോകാൻ പാടില്ല. ബിക്കോസ് മറ്റൊരാൾ ഒരു പക്ഷേ അതിനെ എതിർത്തേക്കാം. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് എപ്പോഴും അവിടെ കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡെമോക്രാറ്റിക് ഓഫ് ഓൾ റെട്ടറിക്കൽ മോഡ്സ്. സോ ദീസ് ആർ ബെസ്റ്റ് റെട്ടറിക്കൽ മോഡ്സ് എന്നാണ്. അടുത്തൊരു റൈറ്റിംഗ് സ്റ്റൈലാണ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. സോ ഇറ്റ് റെപ്രസെൻറ്റ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് അതിൻ്റെ സിമിലാരിറ്റിയും ഡിഫറൻസും ഒക്കെ പറഞ്ഞിട്ട് എഴുത്തിനെയാണ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് it may examine two subjects by either comparing them, contrasting them or both. അല്ലേ, രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടോ അതിലുള്ള വ്യത്യാസങ്ങളെ കാണിച്ചുകൊണ്ടോ അതിലുള്ള ഡിഫറൻസ് കാണിച്ചുകൊണ്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം കമ്പാരേറ്റീവ് റൈറ്റിങ്സ് നടത്താം. ആൻഡ് ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു അനലൈസ് എ സബ്ജക്റ്റ്. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ ടു ഡിഫറെൻറ്റ് വേസ്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്ന് പറയുന്നത്. ഒന്ന്, ഡിസ്കസിങ് സിമിലാരിറ്റീസ് ഇൻ വൺ പാർട്ട് ആൻഡ് കോൺട്രാസ്റ്റിംഗ് ഓൺ ദി അതർ. ഒരു ഭാഗത്ത് നിങ്ങൾ എന്തിൻ്റെ രണ്ട് കാര്യത്തെ നിങ്ങൾ കമ്പയർ ചെയ്ത് എഴുതാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ സിമിലാരിറ്റീസ് ഒരു ഭാഗത്ത് ആദ്യം പറയാം, പിന്നെ അത് തമ്മിലുള്ള ഡിഫറൻസ് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മറ്റൊരു ഭാഗത്ത് പറയാം. ആൻഡ് രണ്ടാമത്തെ രീതി എന്താ, ഐഡൻറ്റിഫൈങ് ദ പോയിൻറ്റ്സ് ടു ബി കമ്പയർഡ് ആൻഡ് കോൺട്രാസ്റ്റഡ് ആൻഡ് ദെൻ അനലൈസിങ് ഈച്ച് പോയിൻറ്റ്. ആൻഡ് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകുന്ന പോയിൻറ്റ്സുകൾ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം പറയുന്നു, ലിസ്റ്റ് ചെയ്തിട്ട് ആദ്യം പറയുന്നു, എന്നിട്ട് അതിൽ നിന്ന് ഓരോ പോയിൻ്റ് എടുത്തിട്ട് അത് അനലൈസ് ചെയ്യുന്നു. ഇതാണ് ഒരു രണ്ടാമത്തെ കമ്പാരേറ്റീവ് റൈറ്റിംഗ് രീതി. ആൻഡ് ഈ ഫസ്റ്റ് രീതിയില്ലേ, ഫസ്റ്റ് മെത്തേഡ്, ആ ഫസ്റ്റ് വേ എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ രണ്ട് കോളാക്കിയിട്ട് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് കമ്പാരേറ്റീവ് റൈറ്റിംഗ് രീതിയിൽ നമ്മൾ എന്താണ്, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. ആൻഡ് ഇൻട്രൊഡക്ഷൻ ഈസ് ദെയർ ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് റൈറ്റിംഗ്. യു ഹാവ് ദിസ് ഇൻട്രൊഡക്ഷൻ. ആൻഡ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി വി വിൽ ഗോ ടു കമ്പാരിസൺ. കമ്പയർ ചെയ്യുന്ന സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ദെൻ സെക്കൻഡ്ലി കോൺട്രാസ്റ്റ്, അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആയിരിക്കും പിന്നെ എസ്സേയിൽ പറയുന്നത്. ദെൻ ഫൈനലി ദർ വിൽ ബി കൺക്ലൂഷൻ. ഓക്കെ, ആൻഡ് സെക്കൻഡ് മെത്തേഡിൽ ഇരുന്ന സമയത്ത് ഓൾസോ ദർ വിൽ ബി ആൻ ഇൻട്രൊഡക്ഷൻ. ആൻഡ് പിന്നെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ മേജർ പോയിൻറ്റ്സ് എല്ലാം പറയണം. ആൻഡ് അതിൽ നിന്ന് ഓരോ പോയിൻ്റ് എടുത്തിട്ടാണ് പിന്നെ അല്ലേ ഏതൊക്കെ പോയിന്റിലാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസ് പറയാൻ പോകുന്നത് എന്നുള്ളത് ആ പോയിൻറ്റ്സ് ഇൻട്രൊഡക്ഷനിൽ പറയും. എന്നിട്ട് അതിൽ ഓരോ പോയിൻ്റ് എടുത്തിട്ട് ഫസ്റ്റ് പോയിൻ്റ് ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്, സെക്കൻഡ് പോയിൻ്റ് സെക്കൻഡ് ബോഡി പാരഗ്രാഫ്, തേർഡ് പോയിൻ്റ് തേർഡ് ബോഡി. പോയിൻ്റ് കൂടുതലുണ്ടെങ്കിൽ പാരഗ്രാഫ് വീണ്ടും കൂടുന്നതായിരിക്കും. ദെൻ ഫൈനലി ദർ വിൽ ബി എ കൺക്ലൂഷൻ. ആൻഡ് കമ്പാരേറ്റീവ് റൈറ്റിങ്സിൽ യൂസ് ചെയ്യാവുന്ന വേർഡ്സ് ആൻഡ് ഫ്രേസസുകളാണ്. ഇത്തരം വേർഡ്സ് ആൻഡ് ഫ്രേസസുകളെല്ലാം കമ്പാരേറ്റീവ് റൈറ്റിങ്ങിൽ ഉപയോഗിക്കാം. ഓൾസോ അനദർ ഡിഫറൻസ്, അനദർ സിമിലാരിറ്റി, അങ്ങനെയുള്ള ഫ്രേസുകളൊക്കെ യൂസ് ചെയ്യാം. However, whereas on the other hand, you can read this, all these kinds of phrases or words can be used in comparative essays.
നെക്സ്റ്റ് കോസ് ആൻഡ് ഇഫക്റ്റ് റൈറ്റിംഗ് ആണ്. സോ these types of essays demand an inquiry into the reasons for something and its effects. ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം, അതുപോലെ അതുകൊണ്ടുണ്ടാവുന്ന ഇഫക്റ്റുകൾ എന്തെല്ലാം ആണ്, ഇങ്ങനെയൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് ഈ കോസ് ആൻഡ് ഇഫക്റ്റ് റൈറ്റിംഗ് എന്നുള്ളത്. സോ ദിസ് കൈൻഡ് ഓഫ് റൈറ്റിംഗ് ഈസ് ഓൾസോ കോൾഡ് കോസൽ അനാലിസിസ്. കോസൽ അനാലിസിസ് എന്ന് പറയും. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് 2000 രൂപയുടെ നോട്ടൊക്കെ നിരോധിച്ച സമയം, അല്ല 2000 എന്നല്ല, മുഴുവൻ നോട്ട് നിരോധിച്ചു. സോറി 2000 എന്നില്ല, സോറി നോട്ട് നിരോധിച്ചു. നോട്ട് നിരോധിച്ച സമയത്ത് അതൊരു കാരണം ഉണ്ട് അതിനകത്ത് നിരോധിക്കാൻ. അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഒരു ഇഫക്ട്സ്, ആ നോട്ട് നിരോധിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ആ ഒരു ഇഫക്ട്സൊക്കെ അതുകൊണ്ടുണ്ടായ പരിണിത ഫലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് അതൊരു കോസ് ആൻഡ് ഇഫക്റ്റ് എസ്സേ ആയിരിക്കും. So what are the features? These types of essays deal with causes, effects, both causes and effects of an issue, phenomenon or an event. Okay. ഇനി ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് എസ്സേയിൽ ഉപയോഗിക്കാവുന്ന ഫ്രേസുകളാണ്. അത് ട്രാൻസിഷൻ വേർഡ്സ്. ഒരു കാര്യം പറഞ്ഞു തന്നിട്ട് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പാരഗ്രാഫിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സുകളാണ് അതൊക്കെ. അതിനാണ് ഈ ട്രാൻസിഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. വേർഡ്സും ഉണ്ടാവും, ഫ്രേസും ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. അക്കോർഡിംഗ്ലി, ആസ് എ റിസൾട്ട്, ബിക്കോസ്, കോൺസിക്വൻ്റ്ലി, അങ്ങനെയുള്ള വേർഡ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഡ്യൂ ടു, സിൻസ്, ഫോർ ദിസ് റീസൺ. സോ യു ക്യാൻ റീഡ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് ഡെഫിനിഷൻ ആണ് അല്ലേ. അതൊരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് ഡെഫിനിഷൻ. സോ ഇറ്റ്സ് എ വേ ഓഫ് എക്സ്പ്ലെയിനിങ് എ വേർഡ് ഓർ എ ഫ്രേസ്. നമ്മൾ സാറ് ഡെഫിനിഷൻ കൊടുക്കുന്നത് ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ഫ്രേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനോമിന, എന്തെങ്കിലും ഒരു സാധനം എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതിനാണ്. അതെന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നതിനാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഈ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ്, ദാറ്റ് മേ റെഫർ ടു ആൻ ഒബ്ജക്റ്റ്, an idea, a concept, a type of person, a place or a phenomenon. ഇത് എന്തും ആവാം നമ്മുടെ നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ. ഒരു ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു വേർഡിന്, ഒരു ഫ്രേസിനായിരുന്നല്ലോ കൊടുക്കാം. ആ ഒരു വേർഡ് ചിലപ്പോൾ എന്തായിരിക്കാം, ഒരു ഐഡിയ ആയിരിക്കാം, ഒരു സാധനമായിരിക്കാം, ഒരു കോൺസെപ്റ്റ് ആവാം, ഒരു പേഴ്സൺ ആവാം, ഫിനോമിനൻ ആവാം, എന്തും ആവാം. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സിമ്പിൾ തിങ്, ഐ തിങ്ക്. സോ some general instructions for writing definition. ഡെഫിനിഷൻസ് എഴുതുന്ന സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അണ്ടർസ്റ്റാൻഡ് ദ ഓഡിയൻസിന് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ദെൻ ഒബ്ജക്റ്റീവ് ടോൺ ഈസ് ബെറ്റർ. ഒബ്ജക്റ്റീവായിട്ട് എഴുതാൻ നോക്കണം. നമ്മളെ സ്വന്തം കാര്യം പറയുന്ന പോലെ എഴുതരുത്. സോ ഒബ്ജക്റ്റീവായിട്ട് എഴുതുക. തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എഴുതുക. ഇഫ് യു ആർ ചൂസിങ് സംബഡീസ് എൽസ് ഡെഫിനിഷൻ, സേ ഹൂസ് ഇറ്റ് ഈസ്. അല്ലേ, വേറെ ആരുടെയും ഡെഫിനിഷൻ കിടക്കുന്നുണ്ടെങ്കിൽ ആരുടേതാണെന്ന് പറയണം. Some background information about the defining terms will help or enrich your definition writing. ഒരു സംഭവത്തിന് ഡെഫിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ആ ടേമിനെ കുറിച്ചിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നൽകുന്നത് നന്നായിരിക്കും. ആൻഡ് certain terms have different definitions in different context. Example, കൾച്ചർ. ചില ടേംസ് നമ്മൾ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ആയിരിക്കും, പിന്നെ ഡിഫറെൻറ്റ് ഡെഫിനീഷൻസ് ഉണ്ടാവും. അപ്പോൾ അതും വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കൾച്ചർ എന്നുള്ളത് ആന്ത്രോപോളജിയിൽ വേറെ ആയിരിക്കുക, ലിറ്ററേച്ചറിൽ വേറെ ആയിരിക്കുക, അഗ്രികൾച്ചറിൽ, റൈറ്റ്. സോ അത് വ്യക്തമാക്കേണ്ടതുണ്ട്. ദെൻ വി ഹാവ് ടു ഗിവ് ദ ഡിക്ഷണറി മീനിങ് വെറെവർ പോസിബിൾ. ഓക്കെ, പോസിബിൾ ആയ സ്ഥലത്തൊക്കെ നമ്മൾ ഡിക്ഷണറി മീനിങ്സും കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. And we need to illustrate with examples. Try to find out etymology of the word. കൂടുതൽ എക്സാമ്പിൾസ് കൊടുത്തിട്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കണം. ആൻഡ് കഴിയുമെങ്കിൽ ആ വേർഡ്സിൻ്റെ ഒറിജിൻ കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് അനദർ കൈൻഡ് ഓഫ് റൈറ്റിംഗ് ഈസ് process analysis. Okay, examples of process analysis are the writing style in
cook books, instruction manuals, self-help books and user guides. ഇത്ര എഴുത്തുകളൊക്കെയാണ് നമ്മൾ പ്രോസസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം അല്ലേ, എങ്ങനെ കുക്ക് ചെയ്യാം, ചില കാര്യങ്ങളുടെയൊക്കെ എങ്ങനെ ഓരോ സംഭവങ്ങൾ എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നൽകുന്ന ഇൻസ്ട്രക്ഷൻ മാനുവൽസ്, ഇതൊക്കെയാണ് ശരിക്കും പ്രോസസ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ദേ ആൾ എക്സ്പ്ലെയിൻ പ്രോസസ്, and a process analysis explain how something happens or works or how to do something. എങ്ങനെയാണ് ഒരു കാര്യം വർക്ക് ചെയ്യുന്നത്, ഒരു കാര്യം എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ഷണൽ റൈറ്റിംഗ്സ് ആണിത്. ഹൗ സംതിങ് ഹാപ്പൻസ് ഓർ വർക്ക്സ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് വെച്ചെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ഇൻഫർമേഷണൽ പ്രോസസ്. ഇത് തേർഡ് പേഴ്സണിലായിരിക്കും എഴുതുന്നത് കേട്ടോ. ദെൻ ഹൗ ടു ഡു സംതിങ്, ഇതാണ് നിങ്ങൾ പറയാൻ പോകുന്നത് വെച്ചെങ്കിൽ അതിനെ നമ്മൾ ഡയറക്ഷണൽ പ്രോസസ്സ് എന്നാണ് പറയുക. ഡയറക്ഷണൽ പ്രോസസ് റൈറ്റിംഗ് അത് ഡയറക്റ്റ്ലി ആയിരിക്കും പറയാം. അവിടെ ചിലപ്പോൾ സെക്കൻഡ് പേഴ്സൺ ആയിരിക്കും ഉപയോഗിക്കാം. ഒരു കാര്യം ഇപ്പോൾ അങ്ങനെ ഒന്ന് പറയുന്നുണ്ട്, ഹൗ സംതിങ് ഹാപ്പൻസ് ഓർ സംതിങ് വർക്ക്സ് എന്നുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻഫർമേഷണൽ പ്രോസസ്സ് എന്നാണ് പറയുക. അത് തേർഡ് പേഴ്സണിലാണ് പറയുക. ആൻഡ് ഹൗ ടു ഡു സംതിങ് എന്നുള്ളത് നമ്മൾ ഡയറക്ഷണൽ പ്രോസസ്സാണ് ആ റൈറ്റിംഗ് സ്റ്റൈലിനെ പറയുന്നത്. അത് ഡയറക്റ്റ് ആയിട്ടാണ് പറയുക. അവിടെ അപ്പം സെക്കൻഡ് പേഴ്സൺ ആണ് ഉപയോഗിക്കുക. ഇൻട്രസ്റ്റിംഗ്. ഇപ്പം നിങ്ങൾ അല്ലേ, അപ്പോൾ ചിലപ്പോൾ അവസാനം ഇതാ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ എന്നൊക്കെ പറയുന്ന സെൻറ്റൻസ് അതിനകത്ത് ഉണ്ടാവാം. അല്ലെങ്കിൽ ആഡ് ഇപ്പം നമ്മൾ കുക്കിങ്ങിൻ്റെ ഒക്കെ പറയുകയാണെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ആഡ് സാൾട്ട്. ആ ആഡ് സാൾട്ട് എന്ന് പറയുമ്പോൾ യു ആഡ് സാൾട്ട് എന്നാണ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതൊക്കെ ഒരു ഡയറക്റ്റ് മെത്തേഡാണ്, സെക്കൻഡ് പേഴ്സൺ ആയിരിക്കാം. ആൻഡ് ഈ ഒരു പ്രോസസ് അനാലിസിസിൽ യൂസ് ചെയ്യാവുന്ന ഫ്രേസുകളാണ് കണക്റ്റിംഗ് ഫ്രേസുകളാണ്. അഡീഷണലി, ആഫ്റ്റർ ദിസ്, ഫൈനലി, അറ്റ് ദ സെയിം ടൈം, ഫോളോയിങ് ദീസ്, നെക്സ്റ്റ്, ഇനീഷ്യലി, ദെൻ, ഫർദർമോർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ദി ലാസ്റ്റ് മെത്തഡാണ്, ലാസ്റ്റ് റെട്ടറിക്കൽ മെത്തഡാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ. സോ ഇതിൻ്റെ ജനറൽ പർപ്പസ് ഈസ് ടു ബ്രേക്ക് ബ്രോഡ് സബ്ജക്ട്സ് ഇൻ ടു സ്മോളർ. വലിയ മാറ്ററൊക്കെ ചെറുതാക്കി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് അനലൈസ് പീപ്പിൾ, തിങ്സ് ഓർ ഐഡിയാസ്, കാറ്റഗറൈസിങ് ദം ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് ക്ലാസ്സസ്. ഇപ്പം നമ്മുടെ ഈ സിലബസ് ഒക്കെ യൂണിവേഴ്സിറ്റി തരുന്ന സിലബസുകളൊക്കെ ഇങ്ങനെ ആയിരിക്കാം. വലിയ സംഭവത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കുറേ ബോക്സൊക്കെ ആക്കി ചെറുതാക്കിയിട്ടൊക്കെ ആണല്ലോ ഉണ്ടാവുക. സോ ഇത്ര റൈറ്റിംഗ്സ് ആണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ. സോ ദർ ആർ സം ഗൈഡ് ലൈൻസ് ഫോർ ക്ലാസിഫിക്കേഷൻ. ദ ഐറ്റം ടു ബി ക്ലാസിഫൈഡ് ഷുഡ് ഷെയർ സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. നിങ്ങളൊരു സംഭവത്തെ ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പാക്കിയിട്ട് എഴുതുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാം ഒരേ രീതിയിലുള്ള സംഭവങ്ങളായിരിക്കാം. കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവണം. ആൻഡ് ഡിസൈഡ് ദ ക്രൈറ്റീരിയൻ ഓർ സ്കീം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഒരു സംഭവം ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്തിൻ്റെ ബേസിലാണ് അത് ക്ലാസിഫൈ ചെയ്യുന്നത്, എന്തിൻ്റെ ബേസിലാണ് അത് ഗ്രൂപ്പാക്കി വെക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്, അത് തീരുമാനിക്കേണ്ടതുണ്ട്. ആൻഡ് എക്സാമ്പിൾസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ആർ ഗിവൺ ടു ഈച്ച് കാറ്റഗറി. ഈച്ച് കാറ്റഗറിയിൽ ഉള്ളതിൻ്റെയും ഉദാഹരണങ്ങളും എക്സാമ്പിൾസൊക്കെ കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് മെൻഷൻ വാട്ട് യു ആർ പ്ലാനിങ് ടു ക്ലാസിഫൈ ഇൻ ദി ഇൻട്രൊഡക്ഷൻ. ഒരു ക്ലാസിഫിക്കേഷൻ ഡിവിഷൻ കൈൻഡ് ഓഫ് റൈറ്റിങ്ങിൽ നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് എന്താണ് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ആൻഡ് ഫ്രേസസ് ലൈക്ക് the first type, second type, first kind and second kind can be used. ഇത്തരം ഫ്രേസുകളും നമുക്ക് യൂസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 4 എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിനകത്ത്, മൊഡ്യൂൾ അല്ല കേട്ടോ, യൂണിറ്റ് 4th യൂണിറ്റിൽ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.